ഹലോ, ഹായ്. ഞാൻ മജീദ് മൂത്തേടത്ത് നിങ്ങളെ ഒരു ചിന്തയുടെ ഭാവനയുടെ ലോകത്തേക്ക് ഞാൻ ആനയിക്കുകയാണ്. മനസ്സിന് ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന സന്ദേശങ്ങൾ ലഭിച്ചാൽ ഒരു വ്യക്തിക്ക് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യക്തികളിൽ കാര്യക്ഷമതയും ക്രിയാത്മക മനോഭാവവും വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രചോദനാത്മക സെഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വതസിദ്ധമായ കഴിവുകളും അവൻ്റെ നാച്ചുറൽ പൊട്ടൻഷ്യൽ പരമാവധി വികസിപ്പിച്ചെടുക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കഴിഞ്ഞാൽ ഏത് മേഖലയിലാണോ അവൻ ഏർപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ വിജയം കൈവരിക്കുവാനും ഉയരങ്ങൾ കീഴടക്കുവാനും അവന് കഴിയും. This is a session which help you to bring out your natural skills as an individual, to improve your self-image, self-respect, self-reliance, self-discipline and self-confidence. പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, ഒരു ബലൂൺ വിൽപ്പനക്കാരൻ്റെയും കുട്ടിയുടെയും കഥ. ഗ്രാമത്തിലെ ഒരു ചന്തയിൽ ഒരു ബലൂൺ വിൽപ്പനക്കാരനുണ്ടായിരുന്നു. ബലൂണുകൾ വിറ്റുകൊണ്ടാണ് അയാൾ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അയാളുടെ ശേഖരത്തിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള ധാരാളം ബലൂണുകൾ ലഭിക്കുമായിരുന്നു. കുട്ടികളെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി ഈ ബലൂൺ വിൽപ്പനക്കാരൻ ഒരു തന്ത്രം ഉപയോഗിക്കും. എപ്പോഴൊക്കെയാണോ തനിക്ക് കച്ചവടം കുറയുന്നത്, എപ്പോഴൊക്കെയാണോ കുട്ടികൾ വരാതിരിക്കുന്നത്, അപ്പോഴൊക്കെ വർണ്ണമുള്ള ഒരു ബലൂൺ എടുത്ത് അതിൽ ഹൈഡ്രജൻ എന്ന വായു നിറച്ച് കെട്ടിയിട്ട് അതിനെ അന്തരീക്ഷത്തിലേക്ക് വിടും. ബലൂണിൽ ഹൈഡ്രജൻ നിറച്ചാൽ എന്താ അതിൻ്റെ പ്രത്യേകത? അതിന് ഉയർന്നുയർന്ന് പറന്നു പോകാൻ കഴിയും. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ കാണും ബലൂൺ ഇങ്ങനെ പൊങ്ങി പറക്കുന്നത്. അവരൊക്കെ ഓടി വരും, ബലൂൺ വാങ്ങും, കച്ചവടം കൂടും. അത് അയാളുടെ ഒരു ബിസിനസ് പ്രാക്ടീസാണ്. ഒരിക്കൽ അയാൾ ഒരു ഉത്സവപ്പറമ്പിൽ ബലൂൺ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ വന്ന് തൻ്റെ കുപ്പായത്തിൽ പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ പിന്തിരിഞ്ഞു നോക്കി. നീഗ്രോ വംശജനായ കറുത്ത വംശക്കാരനായ ഒരു കൊച്ചുകുട്ടി. ഈ കുട്ടി ബലൂൺ വിൽപ്പനക്കാരനോട് ചോദിച്ചു, അങ്കിൾ, ഇഫ് യു റിലീസ് എ ബ്ലാക്ക് ബലൂൺ വുഡ് ഇറ്റ് ഓൾസോ ഫ്ലൈ ഹൈ? വളരെ നിഷ്കളങ്കമായ ചോദ്യം. അങ്കിളെ, നിങ്ങളൊരു കറുത്ത ബലൂൺ വീർപ്പിച്ചു വിട്ടാൽ അതിനും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുമോ എന്ന്. ബലൂൺ വിൽപ്പനക്കാരൻ ആ കുട്ടിയെ തൻ്റെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടെ പറഞ്ഞു, സൺ, ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ വിച്ച് ഹെൽപ്സ് ഇറ്റ് ഗോ അപ്പ് ഇൻ ടു ദ സ്കൈ. ഇറ്റ് ഈസ് വാട്ട് ഇൻസൈഡ് ദ ബലൂൺ വിച്ച് ഹെൽപ്സ് ഇറ്റ് ഗോ അപ്പ് ഇൻ ടു ദ സ്കൈ. കുഞ്ഞെ, ബലൂണിൻ്റെ നിറമല്ല അതിന് ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുക, അതിനകത്തേക്ക് നമ്മൾ നിറച്ചു കൊടുത്ത വായുവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിന് പൊങ്ങി പൊങ്ങി പോകുവാനുള്ള കഴിവ്. ഈ കുട്ടി പിൽക്കാലത്ത് ആരായി തീർന്നു എന്നറിയുമോ നിങ്ങൾക്ക്? ഒരു ദേശത്തിൻ്റെ ഭാഗതയെ നിശ്ചയിച്ച, ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവായി, ഭരണത്തലവനായി ആ കുട്ടി മാറുകയായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിലെ ആരുമല്ല ഒന്നുമല്ല എന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളായി, എനിക്ക് കഴിയും, ഞാൻ നേടും എന്ന തരത്തിലേക്ക് പോസിറ്റീവ് ചിന്തകളായി മാറ്റിയത് ആ ബലൂൺ വിൽപ്പനക്കാരനായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പൊതു തത്വമുണ്ട്. നിങ്ങളുടെ നിറമോ ആകൃതിയോ ദേശമോ രാഷ്ട്രമോ ഭാഷയോ അല്ല ഈ ലോകത്ത് നിങ്ങൾ എന്ത് നേടണം, എവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളാണ്. ഇറ്റ് ഈസ് ദ power of your positive thinking makes you succeed or fail. And whatever your mind can conceive and believe, your mind can achieve it. There is no precondition for a success. ഈ കഥ നമുക്ക് തരുന്ന ഗുണപാഠം എന്താണ്? ബലൂൺ വിൽപ്പനക്കാരൻ്റെയും ആ കുട്ടിയുടെയും കഥ മനുഷ്യന് നൽകുന്ന പൊരുൾ എന്താണ്? What is the moral principle you learn from the story? ഒരു വ്യക്തിയുടെ ബാഹ്യ പരികൽപ്പനകൾ എന്തു തന്നെയായിരുന്നാലും, അയാളുടെ പുറംമോടികൾ എന്തു തന്നെയായിരുന്നാലും, ദേശ രാഷ്ട്ര ഭാഷ
വർഗ പരികൽപ്പനകൾ എന്തു തന്നെയായിരുന്നാലും അയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ആ വ്യക്തിയുടെ ഗതി നിർണയങ്ങൾ നടത്തുന്നത് എന്നതാണ് ഈ കഥ തരുന്ന പൊരുൾ. അഥവാ നിങ്ങളുടെ മനസ്സെപ്പോഴും നിങ്ങളുടെ പോസിറ്റീവ് വശങ്ങളാണോ ഉൾക്കൊള്ളുന്നത്, അതല്ല നിങ്ങളുടെ കുറവുകളും പോരായ്മകളുമാണോ ഉൾക്കൊള്ളുന്നത്? ഈ ചോദ്യമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരു വ്യക്തി എനിക്ക് കഴിയും, ഞാൻ നേടും, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ളവനാണ് എന്നിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ ഏത് മേഖലയിലാണോ അയാൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ അയാൾക്ക് ആത്മാഭിമാനം ഉണ്ടാകാനും ദൃഢനിശ്ചയം എടുക്കാനും കഴിയും. ഞാൻ ആരുമല്ല, ഒന്നുമല്ല, എനിക്ക് എന്തൊക്കെയോ കുറവുണ്ട്, എനിക്ക് അത്ര വിദ്യാഭ്യാസമില്ല, എനിക്ക് എത്ര സാമ്പത്തിക ശേഷിയില്ല, ഞാൻ നിർഭാഗ്യവാനാണ് എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരിക നിരാശ, വിഷമം, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവില്ലായ്മ, നിരുത്സാഹം ഇവയൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ക്രിയാത്മകമായ പ്രചോദനാത്മകമായ ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ. അതുവഴി നിങ്ങളുടെ വിജയതീരത്തേക്ക് അടുക്കുവാൻ നിങ്ങൾ സ്വയം പ്രേരിതനാകട്ടെ. താങ്ക് യു വെരി മച്ച്.